ലേറ്റസ്റ്റായിട്ട് അഖിൽമാരാരും അതുപോലെ തന്നെ 2020 പാർട്ടിയിൽ നിന്നും വെളിയിൽ വരാനുണ്ടായ കാരണം, അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർക്കെതിരെ അഖിൽമാരാർ നടത്തിയ കുറേയധികം ആരോപണങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ലേറ്റസ്റ്റായിട്ട് അഖിൽമാരാറിൻ്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് എന്തുകൊണ്ട് താൻ പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ റിയലായിട്ടുള്ള റീസണൊക്കെ ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോയിലേക്ക് എത്തത്തുള്ളൂ. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. സോ നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു അഖിൽമാരാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആദ്യമേ ഫേമസ് ആവുന്നത് എല്ലാവർക്കും അറിയാം. കുറേയധികം സിനിമ ഡയറക്ടറൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലായിരുന്നു അഖിലുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആവുന്നത്. അതിനുശേഷം ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് അറിയപ്പെടുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിലൂടെയാണ്. ഈ ഒരു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പല ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിലേക്ക് പോകില്ല എന്നുള്ളതൊക്കെ പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ ഈ ഒരു അഖിൽമാരാറിൻ്റെ സ്വഭാവം തന്നെ പറയുന്നതല്ല ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. പുള്ളി ഒരു കാര്യം പറയും, പക്ഷെ അതിന് ഓപ്പോസിറ്റായിട്ടാണ് കുറേയധികം കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അത് ബിഗ് ബോസിൽ പോയ കാര്യമാണെങ്കിലും ശരി. എന്തായാലും അതിലൂടെ ഭയങ്കര ഫേമസ് ആവുന്നു, എല്ലാവരും അറിയുന്നു. അതിനുശേഷം കുറേയധികം പ്രാവശ്യം പല ട്രോളും പലരുമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പല മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടക്കുന്ന ഈ ഒരു ഇഷ്യൂവിനെ പറ്റി പറയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ, ഇതിനു മുമ്പ് ഈ ഒരു അഖിൽമാരാർ ഈ ഒരു പാർട്ടിയിൽ ജോയിൻ ആവുന്നത്, ഇലക്ഷന് നിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം മൊത്തത്തിൽ അറിയാൻ പറ്റും. നമ്മൾ ആ ഒരു കാര്യം കൂടി സംസാരിക്കുന്നതായിരിക്കും ഇതിന് ഫസ്റ്റ്. എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എന്താണ് ഇപ്പം സംഭവിക്കുന്നത് എന്നുള്ളതും സംസാരിക്കുന്നതായിരിക്കും. സോ ആദ്യമേ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇലക്ഷന് വരുന്നു, കുറേയധികം പേരുണ്ടെങ്കിൽ നിൽക്കുന്നു. സെലിബ്രിറ്റീസൊക്കെ പല ഈ ഒരു 2020 പാർട്ടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പേര് വരുവാണ്, അഖിൽമാരാർ ഇതേ കണക്ക് ആദ്യമേ കൊട്ടാരക്കരയിൽ നിൽക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ ആദ്യമേ ഉണ്ടെങ്കിൽ അഖിൽമാരാർ നിൽക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാരണം പല ഇൻ്റർവ്യൂവിലും ഈ ഒരു അഖിൽമാരാരുണ്ടെങ്കിൽ BJPക്കെതിരെയൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. BJP എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനോടൊന്നും തനിക്കൊരു യോജിപ്പൊന്നുമില്ല എന്നുള്ള രീതിയിലടക്കം ഈ ഒരു അഖിൽമാരാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അതിന് നിൽക്കത്തില്ല എന്നുള്ളതാണ്. കൂടുതൽ പേരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ കണക്ക് കോൺഗ്രസ്സിൽ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും 2020 വേണ്ടി നിൽക്കും എന്നുള്ളത് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, അഖിൽമാരാർ ഇതേ കണക്ക് നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ. അത് ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽമാരാർ ഒരു സമയത്ത് പറയുന്നതല്ല, പിന്നെ പറയുന്നത് താൻ ചെയ്യുന്നതും പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇങ്ങനെ വന്നപ്പോൾ കുറേയധികം വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു BJP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് കൂട്ടായ്മയോട് വരുമ്പോൾ തന്നെ കുറേയധികം പേര് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേക ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയും അത് ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെ ആവുന്നതാണ്. ഈ സമയത്ത് തന്നെ ഡോക്ടർ റോബിനൊക്കെ ഇതിനകത്ത് പങ്കെടുക്കാനൊക്കെ ഈ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അഖിൽമാരാറിനെതിരെ ഹേറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിന്നെ അൺഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് അൺഫോളോ ചെയ്ത് ഈ ഒരു അഖിൽമാരാർ തന്നെ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ റോബിനും ഈ ഒരു വ്യക്തിക്കെതിരെ നെഗറ്റീവ് കമൻസ് ഇതിൽ ഈ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്തതിനും ഇലക്ഷൻ നിൽക്കുന്നതിനും കുറേയധികം സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് എല്ലാവരും യൂട്യൂബിൽ നിന്നും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അഖിൽമാരാർ ഇതിൽ നിൽക്കുന്നു, മത്സരിക്കാനൊക്കെ തുടങ്ങുന്നു, ഓരോ പ്രചരണവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പല ഇൻ്റർവ്യൂസും കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് അഖിൽമാരാറുണ്ടെങ്കിൽ രമേശ് പിഷാരടിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്. രമേശ് പിഷാരടി ആ സമയത്തുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. രമേശ് പിഷാരടിക്കെതിരെ ഈ ഒരു അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എന്ത് കണ്ടിട്ടാണ് ഈ ഒരു രമേശ് പിഷാരടിക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാർ പോകുന്നത്? സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒറ്റൊരു കാരണമാണോ? വേറെ ഒരു രാഷ്ട്രീയമായിട്ടോ ഒന്നിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തിനാണ് ആൾക്കാർ ഈ ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കാൻ പോകുന്നത്? ഇത് വെറും സിനിമ കണ്ടിട്ടാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം പല
വലിയ വലിയ പരാമർശങ്ങളും പിഷാരടിക്കെതിരെ ഈ ഒരു അഖിൽമാരാർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ പിഷാരടി ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മറുപടി പറഞ്ഞത് ആ ഒരു വ്യക്തി ഇപ്പം പറയുന്നതെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വലിയ കാര്യമാക്കി എടുക്കണമെന്നൊന്നുമില്ല എന്നുള്ള രീതിയിൽ അഖിൽമാരാറിന് വലിയൊരു അറ്റൻഷൻ കൊടുക്കാതെയായിരുന്നു പിഷാരടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും രമേശ് പിഷാരടിക്കെതിരെ ഇങ്ങനെ അഖിൽമാരാർ ഓരോ ഇൻ്റർവ്യൂവിൽ സെയിം കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഈ ഒരു പിഷാരടി ഒന്നും ജയിക്കേണ്ട ആളൊന്നും അല്ല, ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് നിർത്തിയതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ഇലക്ഷൻ നടക്കുന്നു, കുറേയധികം പേരുണ്ടെങ്കിൽ ഈ ഒരു അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽമാരാറിന് വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപി വരെ വന്നിട്ട് ഈ ഒരു അഖിൽമാരാർ കൊട്ടാരക്കരയിലെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു, വേറൊരു സ്ഥലത്താണ് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നിട്ട് അഖിൽമാരാറിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വരുന്ന ഒരു സമയമൊക്കെ ഏകദേശം കുറേയധികം പേരെങ്കിലും പറഞ്ഞിട്ടുള്ളതാണ് അഖിൽമാരാർ ജയിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. എന്തായാലും ഇലക്ഷൻ വന്ന സമയത്തുണ്ടെങ്കിൽ അഖിൽമാരാറുണ്ടെങ്കിൽ പൊട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഖിൽമാരാർ കുറ്റം പറഞ്ഞു ഒരിക്കലും ജയിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് രമേശ് പിഷാരടി ജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അഖിൽമാരാറിട്ട പോസ്റ്റ് എന്ന് പറയുന്നത്, ഞാനും എൻ്റെ വൈഫ് ഇപ്പോൾ ആശുപത്രിയിലാണ്, എൻ്റെ വൈഫിന് തീരെ വയ്യ, എന്തായാലും നടക്കുന്നതൊക്കെ നടക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, തോറ്റു അതായത് എന്നൊക്കെ പറഞ്ഞു. കുറേ നാൾ വലിയ സംസാരമൊന്നും അഖിൽമാരാറിനെ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അഖിൽമാരാറുണ്ടെങ്കിൽ ഈ 2020 പാർട്ടിയിൽ നിന്നും മാറുന്നു എന്നുള്ളത് പറയുന്നത്, അതിൽ നിന്നും പിരിയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം എന്നറിയാൻ കുറേയധികം പേര്, കുറേ മീഡിയാസ് എല്ലാം ഈ ഒരു അഖിൽമാരാറിൻ്റെ പുറകെ ചെല്ലുന്നുണ്ടായിരുന്നു. എന്താണ് പിരിയാനുണ്ടായ കാരണം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഒരു പാർട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ കുറേയധികം പേര് മേലിലുണ്ട്, അവരാണ് ബാക്കിയുള്ളവരെ കൂടി കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനുള്ള ഒരു അവകാശമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫ്രീഡം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഇലക്ഷന് ഞാൻ നിന്ന സമയത്ത് പോലും എനിക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നെ കൊട്ടാരക്കരയിൽ നിർത്താം എന്നുള്ളതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നെ അവിടെയല്ല നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറേയധികം അവഗണനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഇലക്ഷന് നിന്ന സമയത്ത് പൈസ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ എൻ്റെ അധ്വാനിച്ചുണ്ടാക്കി, എൻ്റെ ബൈക്കും അല്ലെങ്കിൽ എൻ്റെ കാറും ഇതൊക്കെ വിറ്റിട്ടാണ് ഞാനുണ്ടെങ്കിൽ ഒരു ഇലക്ഷന് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൈസ വലിയ രീതിയിൽ നഷ്ടമൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനുണ്ടെങ്കിൽ ചിലവഴിക്കുന്ന പൈസയും കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഡെപ്പോസിറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ പൈസ എടുത്തിട്ടാണ് ഇപ്പം ഞാനുണ്ടെങ്കിൽ ചിലവൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഉള്ള പൈസ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫാമിലി തന്നെ ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നിലൊക്കെ പലരും ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇതിൻ്റെ 2020 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിയുടെ കുറച്ച് ലീഡറായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ ഒരു അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു പാർട്ടിയിൽ ഒരു സ്വാതന്ത്ര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് പിരിയുവാണ്. ഇത് പലരും ചോദിച്ചു വാങ്ങിച്ചതാണ്, എനിക്ക് പറയാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനത്തുള്ള അവഗണന വന്ന സമയത്ത് ഇത് പറഞ്ഞേ പറ്റൂ എന്ന് തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അഖിൽമാരാർ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തതും അതുപോലെ തന്നെ പല മീഡിയസിനെ കണ്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അഖിൽമാരാർ ഇതിൽ നിന്നും മാറുന്നു, ഈ ഒരു പാർട്ടിയിൽ നിന്നും പിന്മാറുന്നു എന്നറിഞ്ഞതിന് ശേഷം കുറേയധികം പേര് ട്രോളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നേരത്തെ അറിയാം, അഖിൽമാരാരുണ്ടെങ്കിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് നിന്നത്, ജയിച്ചില്ല എന്ന് ആയപ്പോഴത്തേന് മാറി എന്നുള്ള രീതിയിലൊക്കെ ഇനി ഓരോ കാരണങ്ങൾ പറയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറേ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ 2020 പാർട്ടിയുടെ മെയിനായിട്ടുള്ള ആൾക്കാർ തന്നെ അഖിൽമാരാർ പറയുന്നതല്ല സത്യം എന്ന് പറഞ്ഞിട്ട് അഖിൽമാരാറിനെ തള്ളി പറഞ്ഞുകൊണ്ട് അതിലുള്ളവർ തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഖിലുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, ഇങ്ങനൊന്നുമല്ല സംഭവിച്ചേ എന്നുള്ളതൊക്കെയായിരുന്നു അതിൽ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവങ്ങൾ പോകുന്ന സമയത്ത് തന്നെ കുറേയധികം ഈ ഒരു അഖിൽമാരാർ പോസ്റ്റും കാര്യങ്ങളും ഇവർക്കെതിരെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാനുണ്ടെങ്കിൽ പറഞ്ഞതിൽ ഒരു കള്ളവുമില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അഖിൽമാരാർ ഈ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അഖിൽമാരാറിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓഡിയോ. ഈ ഒരു ഓഡിയോ ആരെടുത്തോ സംസാരിക്കുന്നതാണ് ഈ ഒരു ഓഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് പറയുന്നൊരു കാര്യം, ഞാനുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ഷന് നിന്നതൊക്കെ എനിക്കൊരു സീറ്റ് കിട്ടുമെന്നുള്ളതും
പിന്നെ കൊട്ടാരക്കരയിലാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിലേക്ക് വന്നത്. പക്ഷേ ഇതിപ്പം എന്നെ തീരെ അവഗണിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പലരും നമ്മൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ഈ ഒരു ജില്ലയിലെ ഒരു പ്രസിഡന്റ് സ്ഥാനമൊക്കെ അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യലി കൂടി എനിക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതാവുമ്പോഴത്തേന് എന്തിനാണ് ഈ ഒരു പാർട്ടിയിൽ നിൽക്കുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലും കുറച്ച് വലിയ ആൾക്കാരുണ്ട്, അവരുണ്ടെങ്കിൽ തന്നെ തഴയുവാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കുറേയധികം പേര് ഈ ഒരു അഖിൽമാരാനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇലക്ഷനൊക്കെ നിൽക്കുന്നത് ലാഭം ആഗ്രഹിച്ചാണോ, അങ്ങനെയാണെങ്കിൽ നീ ജയിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പൈസയും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നത് നിൻ്റെ ആവശ്യത്തിന് എടുക്കുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ട് അഖിൽമാരാനെതിരെ നെഗറ്റീവായിട്ട് കമൻസുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള രീതി. ഒന്നാമത് ഈ ഒരു 2020 പാർട്ടിയിൽ നേരത്തെ ചേർന്നത് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. കുറേയധികം വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളിലും അഖിൽമാരാർ നടത്തുന്ന അഭിപ്രായങ്ങളൊക്കെ അതും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഇതും കൂടെ ആയ സമയത്ത് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളും വരുന്നു, പോസ്റ്റുകൾ വരുന്നുണ്ട്, ട്രോളുകൾ വരുന്നുണ്ട്. അഖിൽമാരാർ ഒന്നും കിട്ടാതായപ്പോൾ ഇപ്പം പുറത്ത് വന്നു, ഇനി ഏത് പാർട്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അഖിൽമാരാർ പോസ്റ്റ് ഇടുന്നത് താൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ ഇടയിൽ അഖിൽമാരാർ ഈ ഒരു ഇലക്ഷൻ്റെ സമയത്തുണ്ടെങ്കിൽ ഓരോ വീടുകളിൽ പോയ സമയത്ത് ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ 10 പേരോളം ഒരു ഷെഡിൻ്റെ അകത്തൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വീട് വെച്ച് നൽകാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കൂട്ടായ്മയോട് ചേർന്നിട്ട് ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിട്ടപ്പം സമയത്തും കുറേയധികം പേര് ഇനിയിപ്പോൾ നന്മ കളിക്കാനുള്ള പ്ലാനാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയണം. ആ ഒരു കാര്യത്തിനോട് നല്ലൊരു കാര്യമാണ് അഖിൽമാരാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അഖിൽമാരാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്, അതെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. എന്തായാലും ഇപ്പം ഇതുവരെ എത്തി നിൽക്കുന്നത് ഈ ഒരു 2020 പാർട്ടി ഉണ്ടെങ്കിൽ ഈ ഒരു അഖിൽമാരാർ പറഞ്ഞ എല്ലാത്തിനും ആരോപണങ്ങൾക്കും എതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. അഖിൽമാരാർ പറഞ്ഞതൊന്നും സത്യമല്ല എന്നുള്ളതാണ് അഖിലിനെതിരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.